ഇംഗ്ലീഷ് എക്സാമിന് ആവശ്യമായിട്ട് വേണ്ട ഒരു ഡിസ്കോഴ്സ് ഐറ്റമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ട്രാവൽ ഇൻഫോ ആണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ. ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പ്ലേസിനെ കുറിച്ച് അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നു കൊടുത്തുകൊണ്ട് എഴുതുന്നൊരു സാധനമാണ് ട്രാവൽ ഇൻഫോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ആദ്യം നമുക്ക് ആ ഒരു പ്ലേസിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആവാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരേണ്ട ബെസ്റ്റ് ടൈം. ഇപ്പോൾ ചില സ്പോട്ടുകളൊക്കെ സീസണിലായിരിക്കും. അപ്പം ഇന്ന മാസങ്ങളിൽ പോയാൽ മാത്രമേ അവിടുത്തെ ഒരു ഫുൾ ബ്യൂട്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേരാൻ പറ്റും. ഇപ്പം ബൈ എയർ ആണോ, ബൈ ട്രെയിൻ, ബൈ റോഡ്. ഓക്കെ, ഇപ്പം എയർപോർട്ട് എത്ര കിലോമീറ്റർ ആണ്, ഇനി റെയിൽവേ സ്റ്റേഷൻ ആ സ്പോട്ടിന് എത്ര കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ്, അതായത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഏതൊക്കെയാണ്, നമ്മൾ ഒരു ടൂറിസ്റ്റ് അവിടെ പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിരിക്കേണ്ട പ്ലേസസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇവിടെ ഞാനിത് എടുത്തിരിക്കുന്നത് വയനാടിൻ്റെയാണ്. അപ്പോൾ വയനാടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പോട്ട് സ്പെസിഫൈ ചെയ്ത് തരാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു സ്പോട്ടിനെ കുറിച്ചിട്ട് അതിൻ്റെ ട്രാവൽ ഇൻഫോയ്ക്ക് എഴുതാൻ പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ അത് മാറിയും തിരികും വരും. അപ്പോൾ നിങ്ങൾക്ക് മിക്കവാറും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ലൊക്കാലിറ്റിയിലുള്ളൊരു സ്ഥലമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചായിരിക്കും ചോദിക്കുക. അപ്പം നമുക്ക് ഏതെങ്കിലും കോമൺ ആയിട്ട് ഒരെണ്ണം പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പം മേജർ അട്രാക്ഷൻസ്, ഇപ്പം വയനാടിൻ്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ ചെമ്പ്ര പീക്കുണ്ട്, എടക്കൽ കേവ്സ് ഉണ്ട്, ബാണാസുര സാഗർ ഡാമുണ്ട്, വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്, പൂക്കോട് ലേക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇനി അവിടുത്തെ ലോക്കൽ ക്യുസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാത്രം കിട്ടുന്ന സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലോക്കൽ ക്യുസീനകത്ത് വരുന്നു. അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ താമസ സൗകര്യം നമുക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ എന്തിനകത്ത് ഉൾക്കൊള്ളിക്കുക, ട്രാവൽ ഇൻഫോയ്ക്കകത്ത്. അപ്പം സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ വേണം. ഇനിയും അവിടെ സന്ദർശിക്കേണ്ട ബെസ്റ്റ് ടൈം, ഹൗ ടു റീച്ച്, മേജർ അട്രാക്ഷൻസ്, ലോക്കൽ ക്യുസീൻ, അക്കോമഡേഷൻ. ഓക്കെ, ലാസ്റ്റ് എന്താ ചെയ്യുക, എൻജോയ് യുവർ വിസിറ്റ് ടു ഏത് പ്ലേസ് ആണോ നിങ്ങൾ എഴുതുന്നത് ആ പ്ലേസിൻ്റെ പേരും വെച്ചിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം നിങ്ങളിത് ഓരോന്നും ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, സബ് ഹെഡിങ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതി തന്നെ എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, ഓരോന്നും എടുത്തെടുത്ത് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കൊടുക്കാം, വയനാട് എന്നുള്ള സാധനം എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. ഹെഡിങ് ആയിട്ട് വയനാട് എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ.